പ്രിയമുള്ളവരെ, പോൾസ് മെസ്സേജസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു മഹാമാരിയെക്കുറിച്ച് നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുകയാണ്. ഏറ്റവും അധികം കുടുംബങ്ങളിൽ കൂട്ടമായ ആത്മഹത്യയ്ക്ക് കാരണമാകുന്നത്, ഏറ്റവും അധികം കുടുംബങ്ങൾ ശിഥിലമാകുന്നത്, വിവാഹ ബന്ധങ്ങൾ പോലും വേർപെട്ടു പോകുന്നത്, മക്കൾക്ക് നല്ല ഭാവി നൽകാൻ കഴിയാതെ പോകുന്നത്, പല പ്രിയപ്പെട്ടവരും പരാജയപ്പെട്ടു പോകുന്നത്, പല പ്രിയപ്പെട്ടവരും ഡിപ്രഷനിലേക്ക് പോകുന്നത്, പല പ്രിയപ്പെട്ടവർക്കും ജീവിതം ഇനി മുൻപോട്ടില്ല എന്ന തിരിച്ചറിവ് കൊടുക്കുന്ന ഒരു വലിയ ക്രൂരമായ ഒരു സത്യം. ആ സത്യത്തിൻ്റെ പേരാണ് കടബാധ്യത. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹം ഈ വിഷയത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെ പരീക്ഷ ജയിക്കാൻ വേണ്ടിയാണ്. എന്തിനാ പരീക്ഷ ജയിക്കുന്നത്? അത് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ. എന്തിനാ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത്? അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ. പരീക്ഷ ജയിക്കാൻ വേണ്ടി പഠിക്കുന്നു, ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുന്നു. പക്ഷേ ജീവിതത്തിലെ പരീക്ഷകളെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം നമുക്കില്ല. ജീവിതത്തിലെ പരീക്ഷകളെ എങ്ങനെ നേരിടണമെന്ന് ഉള്ള വിദ്യാഭ്യാസം സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിലൂടെ ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് ഒരു മനുഷ്യന്റെ ജീവിതം എത്ര പരീക്ഷ നിറഞ്ഞതാണ്, എത്ര കഷ്ടം നിറഞ്ഞതാണ് എന്ന് തൻ്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടി, താൻ ആ പരീക്ഷയെ ജയിച്ചത്, താൻ ആ കഷ്ടതയെ ജയിച്ചത് എപ്രകാരമെന്ന് കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്നു. അപ്രകാരം ഒരു മാതൃക നമുക്ക് വെളിയിൽ കാണാനില്ല. അതെല്ലാം പോട്ടെ, നാം എങ്ങനെ പെരുമാറണം എന്ന് പോലും നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ 4ാം ക്ലാസ് വരെ ഒരു മോറൽ സയൻസ് എന്നൊരു സബ്ജക്റ്റ് പഠിച്ചത് ഓർമ്മയുണ്ട്. 5ാം ക്ലാസ്സിൽ എത്തിയിട്ട് ആദ്യം അന്വേഷിച്ചത് ആ സബ്ജക്റ്റാണ്. അതവിടെ ഉണ്ടോയെന്ന്. നിർഭാഗ്യവശാൽ അവിടെ അതില്ല. പക്ഷെ അതിന് പകരം ആവശ്യം പോലെ മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കാനും ഉണ്ട്. ശരിയായ രീതിയിൽ ഒരാളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കാത്ത, സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കാത്ത, സാമ്പത്തികമായി എങ്ങനെ വളരണമെന്ന് പഠിപ്പിക്കാത്ത, ഒരു വ്യക്തികളോട് എങ്ങനെ ഇടപെടണം, എങ്ങനെയാണ് ഒരു പ്രതികൂല ഘട്ടം വന്നാൽ അത് ജയിക്കേണ്ടത് എന്നൊന്നും പഠിപ്പിക്കാത്ത, മാനസികമായ വികാസത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാം പണം മുടക്കുന്നു. ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ വിലപ്പെട്ട കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കുന്നു. ഞാൻ പറയുന്നത് നല്ല വശത്തിലെടുക്കുക ദൈവീത്. യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റൂ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹം നമ്മെ വാർത്തെടുത്തിരിക്കുന്നത് നമുക്ക് ജയിക്കണം, നമുക്ക് കാര്യങ്ങൾ നേടണം എന്ന നിലവാരത്തിലാണ്. അല്ലാതെ നമുക്ക് എങ്ങനെ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കാം, എങ്ങനെ ഒരു വിഷയത്തെ ഓവർകം ചെയ്യാം, ഒരു സാഹചര്യം, ഒരു പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, ഒരു ക്രൈസിസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നില്ല. നമ്മളെ സമൂഹം പഠിപ്പിക്കുന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴേ 1ാം റാങ്ക് വാങ്ങുന്നവൻ മിടുക്കനാണ്, തോക്കുന്നവൻ ഏറ്റവും മോശക്കാരനാണ്. 1ാം റാങ്ക് വാങ്ങുകയും നന്നായി പഠിക്കുകയും ചെയ്യുന്നവർ മുൻവശത്തും, തോറ്റു പഠിക്കുന്നവൻ ഏറ്റവും പുറകിലും. 1ാം റാങ്ക് വാങ്ങി അല്ലെങ്കിൽ നന്നായി പഠിക്കുന്നവന് ഏറ്റവും നല്ല പരിലാളന, മോശമായി പഠിക്കുന്നവനെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. അന്നേ ഒരു ഉപേക്ഷയുടെ അവസ്ഥയാണ്. യേശുക്രിസ്തുവിന് മഹത്വം. ജനത്തിന് കുഞ്ഞായിരിക്കുമ്പോഴേ ഒരു ട്രെയിനിങ് കൊടുക്കുകയാ, നല്ല പിള്ള ചമഞ്ഞ് നടക്കണം. അതായത് എങ്ങനെയും ഒന്നാമതെത്തണം, എങ്ങനെയും നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രം ആയിട്ട് നമ്മൾ മാറിപ്പോവുകയാണ്. എന്നാൽ
കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയല്ല. നാം പാപികളായിരിക്കെ, അതായത് നാം ജയിച്ചുവോ നന്നായോ എന്ന് നോക്കിയിട്ടല്ല, നാം പാപികളായിരിക്കെ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു. നാം ദൈവത്തിന് ശത്രുക്കളായിരിക്കെ ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്ന് പറഞ്ഞ അരുമനാഥൻ ശത്രുക്കളായ നമ്മെ സ്നേഹിച്ചു. യേശു ക്രിസ്തുവിന് മഹത്വം. ഒരു ചെകിട്ടത്തടിച്ചാൽ മറു ചെകിട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ നാഥൻ മറു ചെകിട് മാത്രം കാണിച്ചു കൊടുക്കുകയല്ല ചെയ്തത്, സ്വന്തം ജീവനെ തകർക്കുവാൻ തൻ്റെ സൃഷ്ടിയാകുന്ന മനുഷ്യന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. മാത്രവുമല്ല, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് അരുമനാഥൻ നമുക്കായിട്ട് അപ്പോഴും പ്രാർത്ഥിച്ചു, അപ്പോഴും നമ്മെ സ്നേഹിച്ചു. ഈ ഒരു അനുഭവം കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. സദൃശവാക്യങ്ങൾ, പ്രോവർബ്സ് ചാപ്റ്റർ 22 22 അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം ഒരു വചനം നമുക്ക് കാണാൻ കഴിയും. അതായത് 7 വാക്യമാണ്. ഇപ്രകാരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്: കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. എന്താ ഞാൻ വായിച്ചേ? കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. ഇംഗ്ലീഷ് വേദപുസ്തകം അത് വളരെ വ്യക്തമായിട്ട് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ദ ബോറോവർ ഈസ് സ്ലേവ് ടു ദ ലെൻഡർ. ദ ബോറോവർ, അതായത് കടം മേടിക്കുന്ന വ്യക്തി, ഈസ് സ്ലേവ് ടു ദ ലെൻഡർ. ആരിൽ നിന്ന് കടം വാങ്ങുന്നുവോ ആ വ്യക്തിക്ക്, ബോറോവർ കടം മേടിക്കുന്ന വ്യക്തി അടിമയാണ് എന്ന് വചനം വ്യക്തമായ രീതിയിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ആവർത്തന പുസ്തകത്തിൽ കർത്താവിന്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: നീ കടം മേടിക്കയില്ല, പക്ഷെ കൊടുക്കുന്നവനായിരിക്കും. അതായത് കടം മേടിക്കുന്ന പ്രക്രിയ ദൈവം വെറുക്കുന്നു. മനസ്സിലാക്കണം, കടം മേടിക്കുന്ന പ്രക്രിയ ദൈവം വെറുക്കുന്നു. നമുക്ക് ഒരു വീട് വേണം, നമുക്ക് ഒരു കാര്യം നടത്തണം, നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, പക്ഷേ നമുക്ക് ഇത്ര രൂപയുടെ ആവശ്യമുണ്ട്. ഉടനെ നാം പ്രാർത്ഥിക്കുന്നത് ഒരു ലോൺ റെഡിയാകാൻ വേണ്ടിയാ. വിശ്വാസികളുടെ ഇടയിലുള്ള കാര്യമാണ്. എന്നെ ചിലരൊക്കെ വിളിച്ചിട്ട്, പാസ്റ്ററെ, ഒരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം. എന്താണ്? ഞാനൊരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്, ആ ലോൺ കിട്ടാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് വളരെ വിഷമം തോന്നും. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം ആ വ്യക്തിക്ക് ആ ലോൺ അടയ്ക്കാൻ കഴിയില്ല. അവസാനം ഇത് വലിയ കഷ്ടത്തിലേക്ക് ചെല്ലും. ഞാൻ പലരോടും അത് പറയാൻ ശ്രമിക്കും, പക്ഷെ അത് അവർക്ക് വിഷമമാകും. പിന്നെ അവർ വിളിക്കത്തുമില്ല. നല്ല കാര്യം, പിന്നെ എനിക്ക് വേറൊന്നും കേൾക്കണ്ടല്ലോ. പക്ഷേ കർത്താവിന്റെ കൃപയാൽ കർത്താവായ യേശു ക്രിസ്തു ഒരു ഭാഗത്ത് പറയുന്ന ഒരു ഉപമയുണ്ട്. തന്നെ പിന്തുടരുന്നവരെ കുറിച്ചാണ്, അല്ലെങ്കിൽ തന്നെ അനുഗമിക്കാൻ വന്ന ജനത്തോടാണ് അത് പറഞ്ഞത്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: ഒരു വ്യക്തി ഒരു ഗോപുരം പണിയാൻ ആഗ്രഹിച്ചാൽ ആ വ്യക്തി ഇരുന്നിട്ട് ആദ്യം അത് പണിത് തീർക്കാനുള്ള ക്യാഷ് അല്ലെങ്കിൽ ധനം തൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് നോക്കും. ഇല്ല എങ്കിൽ പണിയരുത്. പണിയാനുള്ള ധനം തൻ്റെ കയ്യിൽ ഉണ്ട് എങ്കിൽ മാത്രമേ പണിയാവൂ എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അത് പറയുന്നത് കർത്താവിനെ പിന്തുടർന്നാൽ പ്രതികൂലങ്ങൾ വരും, ഒറ്റപ്പെടലുകൾ വരും, കഷ്ടതകൾ വരും. അതെല്ലാം സഹിച്ച് കർത്താവിനോടുകൂടെ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ? അങ്ങനെയാണ് എങ്കിൽ മാത്രമേ കർത്താവിനോടുകൂടെ നിൽക്കാവൂ എന്ന് പറഞ്ഞ ഉപമയാണ്. എങ്കിലും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുന്നു, അത് ചെയ്തു തീർക്കാനുള്ള ധനം നിങ്ങളുടെ കയ്യിലുണ്ടോ? ചില ആൾക്കാരുണ്ട്, ഓവർ കോൺഫിഡൻസ് ആണ്, ഓവർ ഫെയ്ത്ത് ആണ്. അതായത് നമുക്ക് തുടങ്ങാന്നേ, കർത്താവ് നോക്കിക്കോളും, ബാക്കിയെല്ലാം കർത്താവിന്റെ കയ്യില. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നും ജീവിക്കരുത്. കാരണം വചനം പഠിപ്പിക്കുന്നത് ദൈവത്തെ പരീക്ഷിക്കരുതെന്നാണ്. യേശുക്രിസ്തുവിന് മഹത്വം. ദൈവത്തെ പരീക്ഷിക്കുന്ന ജീവിതം ശപിക്കപ്പെട്ട ജീവിതമാണ്. യേശുക്രിസ്തുവിന് മഹത്വം. നാം ആ വായിച്ച വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒന്ന് തിരിക്കട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത് കടം മേടിക്കുന്ന വ്യക്തി ആരിൽ നിന്ന് മേടിക്കുന്നോ ആ വ്യക്തിക്ക് അടിമ എന്നാണ്. മനസ്സിലാക്കണം, ഒരു ദൈവ പൈതൽ കടം വാങ്ങാമോ? ഒരു ദൈവ പൈതൽ ഒരു കാരണവശാലും കടം മേടിക്കരുത്. എന്തുകൊണ്ട് കടം മേടിച്ചുകൂടാ? കാരണം ആ ദൈവ പൈതൽ ഒരിക്കലും ഇനി തനിക്ക് സ്വന്തം അല്ല. ആ വ്യക്തിയെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ തൻ്റെ ജീവൻ തന്നെ
വിലയ്ക്ക് കൊടുത്തിട്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിന് മഹത്വം. നാം നമുക്കുള്ളവർ അല്ല. നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളും ആണ് എന്ന് വചനം പറയുന്നു. നമുക്ക് ഒരു സ്വർഗീയ നാടുണ്ട്. നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ഭൂമിയെ ഒരു ക്രിസ്തീയ രാജ്യമോ ക്രിസ്തീയ ലോകമോ ആക്കി മാറ്റാനല്ല. മറിച്ച് നമ്മെ വിളിച്ചിരിക്കുന്നത്, എൻ്റെ രാജ്യം ഐഹികം അല്ല, എൻ്റെ രാജ്യം ഈ ലോകപ്രകാരമുള്ള രാജ്യം അല്ല, സ്വർഗരാജ്യം, അതായത് കർത്താവിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും എന്ന് പറഞ്ഞ ആ അരുമനാഥനോടുകൂടെ ചേരുവാനുള്ളവരാണ് നാം എന്ന സത്യം നാം മനസ്സിലാക്കണം. നാം നമുക്കുള്ളവരല്ല എങ്കിൽ നമുക്ക് നമ്മെ തന്നെ വിൽക്കാൻ എന്തധികാരം? യേശുക്രിസ്തുവിന് മഹത്വം. നാം നമുക്കുള്ളവരല്ല എങ്കിൽ, നാം കർത്താവിനുള്ളവരെങ്കിൽ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടല്ലോ. നല്ലൊരു ശതമാനം ആൾക്കാരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അതായത് കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. എന്നിട്ട് അതെന്തിനാ പറയുന്നേ? സ്വന്തം ഇഷ്ടം നടത്തി തരാൻ വേണ്ടിയുള്ള മണിയടിയ. അങ്ങനെ ആകരുത്. യേശുക്രിസ്തുവിന് മഹത്വം. ഞാൻ വളരെ സത്യസന്ധമായി സംസാരിക്കുന്നതുകൊണ്ട് ആരും വിഷമമൊന്നും വിചാരിക്കരുത്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടത് എങ്കിൽ നിങ്ങൾ ആദ്യം ദൈവം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നത്, ദൈവികമാകുന്ന വ്യവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കാൻ പഠിക്കണം. എൻ്റെ പ്രിയ ബ്രദറെ, എനിക്ക് ഒരു കയറിക്കിടക്കാൻ ഒരു ഇടം വേണം, എനിക്കൊരു വീടില്ലാതെ രക്ഷയില്ല ബ്രദർ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ടവനെ, ഇപ്പം നിങ്ങൾ ഒരിടത്ത് കിടക്കുന്നില്ലേ? ചോർന്ന് ഒലിക്കുന്നതായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, ഒരിടത്ത് കിടക്കുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, എന്ത് തിന്നും എന്തുടുക്കും എന്ന് വിചാരപ്പെടരുത്. ഒന്ന്, ഇതൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വലിയ പാടാ. ഇറ്റ്സ് വെരി ഹാർഡ് ടു ഡൈജസ്റ്റ്. ഇതൊന്ന് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമാണ്. അല്ലാതെ ഇപ്പോ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പാകെ നിങ്ങളെ മാനിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും, ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കർത്താവ് തരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും. ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല, സത്യമാണ് സംസാരിക്കുന്നത്. മനസ്സുണ്ടെങ്കിൽ കേൾക്കുക. യേശുക്രിസ്തുവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനാണ്. ഉള്ളതിൽ സംതൃപ്തിയോടുകൂടി ഇരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റൂ. ചില ആൾക്കാരുണ്ട്, കർത്താവേ ഇത് പോരാ, എനിക്കിതിൽ നിന്നും അധികമായിട്ട് അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടണം. കർത്താവേ ഇത് പോരാ, കർത്താവേ എനിക്ക് അധികമായിട്ട് അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെട്ട് അധികമായിട്ട് വളരെ വലിയ രീതിയിലുള്ള ദർശനങ്ങൾ എന്നൊക്കെ പറഞ്ഞൊക്കെ ഒത്തിരി സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വലിയ ദർശനം, വലിയ ചിന്ത, വലിയ ദൈവപ്രവൃത്തി. കർത്താവായ യേശുക്രിസ്തു പറയുന്നത് എന്താണെന്നറിയാമോ? അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കും. ചെറിയ കാര്യം, അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിൽ വിചാരകൻ. മനസ്സിലാക്കണം. ഇതാണ് കർത്താവിൻ്റെ പദ്ധതിയും കർത്താവിൻ്റെ രീതിയും. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തരായിരിക്കാൻ കഴിയാത്തവരാണ് മനുഷ്യൻ എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൽ വിചാരകനാക്കുമെന്ന്. അല്പത്തിൽ വിശ്വസ്തനായിട്ട് ശരിയായിട്ടൊന്ന് വരാൻ തന്നെ എത്ര നാളെടുക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ 24 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുക, ചെറുതും വലുതുമായിട്ട്. ഈ ചെറിയ ഒരു സമയത്ത് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ്, കർത്താവ് ഒറ്റ സ്റ്റെപ്പിന് ആരെ അങ്ങനെ വലുതാക്കി കൊണ്ടുപോകുന്ന സ്വഭാവം കർത്താവിനില്ല. കർത്താവ് തന്നെ ആരെന്ന് തങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത് പഠിപ്പിച്ച് വളരെ പക്വതയോടെ ദൈവികമാകുന്ന സ്വഭാവവും ദൈവികമാകുന്ന സകല ക്വാളിറ്റീസും ആ വ്യക്തിയിൽ വരുന്നുണ്ടോ എന്ന് നോക്കി, വരുന്നില്ലെങ്കിൽ ആ വ്യക്തി അതിനായിട്ടുള്ള പ്രക്രിയയിലൂടെ കടത്തിവിട്ടാണ് ദൈവം ഓരോ വ്യക്തികളെയും മുമ്പോട്ട് നയിക്കുന്നത്. യേശുക്രിസ്തുവിന് മഹത്വം. ഇതൊരു വളരെ സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ്സാണ്. അതായത് വളരെ
പതിയെയും എന്നാൽ വളരെ ദൃഢതയോടെ നിലനിന്ന് മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയയാണ് എന്നെനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. യേശുക്രിസ്തുവിന് മഹത്വം. നാം പലപ്പോഴും കടമെടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ കർത്താവ് നോക്കിക്കോളും, എന്തായാലും അതങ്ങോട്ട് എടുക്കാം. പ്രിയപ്പെട്ടവനെ, അങ്ങനെ ചിന്തിക്കരുതേ. കർത്താവിനെ എല്ലാ കാര്യത്തിലും അങ്ങനെ പിടിച്ചിടരുത്. എത്രയോ ദൈവമക്കൾ കടം കയറി ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത നിലവാരത്തിൽ വന്ന് കുടുംബവും തകർന്ന്, ആത്മീക ജീവിതവും തകർന്ന്, മാനസികമായും തകർന്ന്, ദൈവനാമത്തിന് പോലും അപമാനമായി തീർന്ന് എത്രയോ പേരായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എത്രയോ പേർ ഇനി മുൻപോട്ട് ഒരു രക്ഷയില്ല എന്ന് കണ്ടിട്ട് മക്കളെയും കൊന്നിട്ട് സ്വയം ആത്മഹത്യ ചെയ്യുകയാണ്. കടം. എന്തുകൊണ്ട് കടം മേടിക്കുന്നു? പല പല പദ്ധതികളാണ്. അതായത് ഇന്ന കാര്യം, ഈ പൈസ എടുത്തിട്ട് ഇന്ന കാര്യം ചെയ്യണം, അത് കാര്യം ചെയ്യുമ്പോൾ ഇത്ര രൂപ വരുമാനം കിട്ടും, ഇത്ര രൂപ വരുമാനം കിട്ടുമ്പോൾ ആ തുകയിൽ നിന്ന് നമുക്ക് ലോൺ അടയ്ക്കാം. അത് മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങോട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ലക്ഷ്യം വരും. അടുത്ത ലക്ഷ്യം വരുമ്പോൾ ആ തുക എടുത്ത് വേറൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഇങ്ങനെ ചെയ്ത് അടുത്ത കടവും കൂടെ എടുത്തു വെക്കും. പിന്നെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടം തീർക്കാൻ വേണ്ടി അടുത്ത കടം എടുക്കും, അടുത്ത കടം തീർക്കാൻ വേണ്ടി അടുത്ത കടം എടുക്കും. മണി റോളിങ്. യേശുക്രിസ്തുവിന് മഹത്വം. ദൈവദാസന്മാരുടെ ഇടയിലാണെങ്കിൽ ഞാൻ പറയുന്നില്ല. യേശുക്രിസ്തുവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, കടം മേടിക്കരുത്. കടം ശാപമാണ്. യേശുക്രിസ്തുവിന് മഹത്വം. കടം നിങ്ങളെ തന്നെ വിറ്റുകളയുന്ന പ്രവൃത്തിയാണ്. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്. ദൈവം എന്ത് തരുന്നുവോ അതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാനായിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റൂ. അല്ലാതെ മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയില്ല. യേശുക്രിസ്തുവിന് മഹത്വം. വചനം നമ്മെ 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ്. സ്വന്തം കുടുംബത്തിനു വേണ്ടി കരുതാത്തവൻ ശപിക്കപ്പെട്ടവനെന്നാ വചനം പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന് മഹത്വം. തനിക്കായും തൻ്റെ കുടുംബത്തിനായും തന്നോട് കൂടെ ഉള്ളവർക്കുമായി കരുതുന്നവനായിരിക്കണം നാം. ഇതെല്ലാം പറയുമ്പോൾ പലരും വിശ്വാസത്താൽ, ദൈവാത്മാവിൽ നിന്ന് വരുന്ന വിശ്വാസമല്ല, വൈകാരികമായി വരുന്ന വിശ്വാസത്തിൽ നിന്നും, വൈകാരികമായി വരുന്ന ചില കണക്കൂട്ടലുകളിൽ നിന്നും, മറ്റുള്ളവർ പറയുന്ന വാക്ക് കേട്ടും എല്ലാം സാമ്പത്തികമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നല്ലൊരു ശതമാനവും പരാജയമായി മാറുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ആകരുത്. യേശുക്രിസ്തുവിന് മഹത്വം. വലിയ വലിയ ബിസിനസ്സുകാർ കടമെടുക്കാറുണ്ട്. അതുപോലെ നിങ്ങളും കടമെടുത്ത് കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. അത് വേറൊരു നിലവാരമാണ്. യേശുക്രിസ്തുവിന് മഹത്വം. എന്നാൽ ഒരു ദൈവ പൈതൽ കടം എടുക്കരുത്. യേശുക്രിസ്തുവിന് മഹത്വം. ഒരിക്കൽ കർത്താവിനും തൻ്റെ ശിഷ്യനും ടാക്സ് അടയ്ക്കേണ്ട അനുഭവം വന്നു. കർത്താവ് കടം വാങ്ങിയില്ലല്ലോ. കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഒരിടത്തും കടം വാങ്ങിയിട്ടില്ല. യേശുക്രിസ്തുവിന് മഹത്വം. മനസ്സിലാക്കണം, നാം ആരെയാണ് അനുഗമിക്കുന്നത് അല്ലെങ്കിൽ അനുകരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ നാം അനുകരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മളെപ്പോഴും പറയുമല്ലോ, കർത്താവെ അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ഹിതം മാത്രം. പ്രിയപ്പെട്ടവനെ, കർത്താവായ യേശുക്രിസ്തു ഒരിടത്തും കടം വാങ്ങിയിട്ടില്ല. അങ്ങനെയെങ്കിൽ താങ്കൾ കടം വാങ്ങുന്നത് ദൈവത്തിന് ഹിതമാണോ, ദൈവത്തിന്റെ ഇഷ്ടമാണോ? താങ്കൾ ദൈവത്തെ അല്ലേ അനുകരിക്കാനും അനുസരിക്കാനൊക്കെ താല്പര്യം കാണിക്കുന്നത്? കർത്താവിന്റെ ഹിതമല്ലേ താങ്കളുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? യേശുക്രിസ്തുവിന് മഹത്വം. ഒരുപക്ഷെ കടമെടുക്കാത്തത് കാരണം താങ്കൾക്ക് ലഭിക്കേണ്ട നന്മ ലഭിച്ചു എന്ന് വരില്ല. ഒരുപക്ഷെ കടമെടുക്കാത്തത് കാരണം താങ്കൾക്ക് വാടക വീട്ടിൽ കിടക്കേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ കടമെടുക്കാത്തത് കാരണം താങ്കൾക്ക് ചില കുറവുകളൊക്കെ സംഭവിച്ചെന്ന് വന്നേക്കാം. പക്ഷേ അത് കാരണം താങ്കൾ നശിച്ചു പോകത്തില്ല. യേശുക്രിസ്തുവിന് മഹത്വം. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ആത്മീക ജീവിതത്തിലായാലും ഭൗതിക ജീവിതത്തിലായാലും
ഏറ്റവും അധികം ആവശ്യമുള്ളത് ദൈവം നമ്മളുടെ ഉള്ളിൽ പകരുന്ന ക്ഷമയാണ്. യേശുക്രിസ്തുവിന് മഹത്വം. ക്ഷമയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാത്ത ഒരു വ്യക്തി നശിച്ചു പോകും. യേശുക്രിസ്തുവിന് മഹത്വം. പ്രിയപ്പെട്ടവനെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉയർച്ച ആരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ടതല്ല. നമ്മുടെ നന്മ കണ്ടിട്ട് ആരും കർത്താവിനെ അറിയും എന്നൊന്നും വിചാരിക്കരുത്. നമ്മുടെ ഉയർച്ച കണ്ടിട്ട് ആരും കർത്താവിനെ അറിയുമെന്നോ മഹത്വപ്പെടുത്തുമെന്നോ ഒന്നും വിചാരിക്കരുത്. അതൊക്കെ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരുടെ ചിന്തയാണ്. അതൊന്നുമല്ല കർത്താവിന്റെ പദ്ധതി. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിനെ വേണം മനുഷ്യർ കാണേണ്ടത്. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതാണ് സത്യം. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ മനുഷ്യർ കാണണം. യേശു ക്രിസ്തുവിന് മഹത്വം. അത് നിങ്ങളിലൂടെയാണ് കാണേണ്ടത്, അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളിലൂടെ അല്ല കാണേണ്ടത്. ഒരു നല്ല കാർ എടുത്താൽ കർത്താവിന്റെ ദാനം, ഒരു നല്ല വീട് വെച്ചാൽ കർത്താവിന്റെ ദാനം, ഒരു നല്ല എന്തെങ്കിലും ഒരു നന്മ കിട്ടിയാൽ അത് കർത്താവിന്റെ ദാനം. പക്ഷേ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ എത്ര പേർ ശരിയായ രീതിയിൽ ഉയർത്തേണ്ട നിലവാരത്തിൽ ഉയർത്തുന്നുണ്ട്? അതിനെക്കുറിച്ച് എത്ര പേർക്കൊരു ബോധ്യമുണ്ട്? യേശു ക്രിസ്തുവിന്റെ മഹത്വം. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതിയെന്ന് വെക്കാനാ. ഞാൻ ഒരിക്കൽ ഒരു ചേർച്ചിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് കടം വരുന്നു? ഹല്ലേലൂയ സ്തോത്രം എല്ലാം പോയി വളരെ ശ്രദ്ധയോടെ ആൾക്കാരിയ്ക്കുക. ഇപ്പോ കടത്തിനൊരു പരിഹാരം വരും എന്ന നിലവാരത്തിൽ. ഞാൻ അവരോട് വളരെ ലളിതമായി പറഞ്ഞു, കടം വാങ്ങുന്നത് കൊണ്ടാണ് കടം വരുന്നത്. സർക്കാരിൽ നിന്ന് കിട്ടുന്നതായാലും ബാങ്കിൽ നിന്ന് കിട്ടുന്നതായാലും വ്യക്തികളിൽ നിന്ന് കിട്ടുന്നതായാലും എന്തു തന്നെ ആയാലും കടം തന്നെയാണ്. കടം വാങ്ങുന്നവൻ ബന്ധനത്തിലാണ്. ഈ ബന്ധനം അഴിക്കാൻ ദൈവം വരില്ല. നീ കെട്ടിയ കെട്ട് നീ തന്നെ അഴിക്കണം, അല്ലെങ്കിൽ നീ ആ കെട്ടിൽ നശിക്കും. അതല്ലെങ്കിൽ നീ ചെയ്ത പാപത്തിന് പശ്ചാത്താപമുണ്ടായി, കർത്താവേ ഞാൻ അങ്ങയുടെ വചനം അനുസരിച്ചിട്ടില്ല, അങ്ങയുടെ ജീവിതം നോക്കിയിട്ട് ഞാൻ പഠിച്ചില്ല. അതായത് കർത്താവെ, അങ്ങ് കടം വാങ്ങാതെ പിതാവിൽ ആശ്രയിച്ച് ഉള്ളതിൽ തൃപ്തിയോടെ ജീവിച്ചു, എനിക്കതിന് കഴിഞ്ഞിട്ടില്ല. ചില ആൾക്കാർ പറയും, ബ്രദർ കയറി കിടക്കാൻ ഇടമില്ല, വസ്ത്രമില്ല, അതില്ല, ഇതില്ല, എന്തു ചെയ്യും ബ്രദർ? ബ്രദർ ഇങ്ങനെയൊക്കെ പറയാമോ? കർത്താവായ യേശുക്രിസ്തു തലചായ്ക്കാൻ ഇടമില്ലാത്തവനായിരുന്നു. കർത്താവായ യേശുക്രിസ്തു തലചായ്പാൻ ഇടമില്ലാത്തവനായിരുന്നു ഈ ഭൂമിയിൽ. പക്ഷെ സംതൃപ്തനായിരുന്നു. എനിക്ക് എൻ്റെ കർത്താവായ യേശുപ്പച്ചനെ കുറിച്ച് മാത്രമേ നിങ്ങളോട് പറയാൻ പറ്റൂ. കാരണം എനിക്ക് വേറെ ആരും മാതൃകയായിട്ടില്ല. അനുകരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ മാത്രമേ നമുക്ക് അനുകരിക്കാനും പറ്റുള്ളൂ. യേശുക്രിസ്തുവിന് മഹത്വം. കടം ഉള്ളവരോട് നിങ്ങൾക്ക് കടത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, പാപമാണ്, ശാപകാരണമാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വരണം. ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് തീർത്തും പശ്ചാത്താപത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. മൂന്നാമതായിട്ട് കർത്താവിനോട് അപേക്ഷിക്കണം, ഇതിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു മാർഗം കാണിച്ചു തരാൻ. അതല്ല എങ്കിൽ വളരെ ക്ഷമയോടെ ആ കഷ്ടതയിൽ തുടർന്ന് അധ്വാനത്തിൽ നിന്ന് അത് ഏതെങ്കിലും നിലവാരത്തിൽ നിങ്ങൾക്കുള്ളത് വിറ്റെങ്കിൽ വിറ്റ്, അതല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണം. പുറത്തു വന്നിട്ട് ഒരിക്കലും കടത്തിലേക്ക് ഇനി നോക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാലും സാരമില്ലെന്ന് നിങ്ങൾ വിചാരിക്കണം. യേശുക്രിസ്തുവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, കടം വാങ്ങരുത്, കടം വാങ്ങരുത്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് വ്യക്തമായ നിലവാരത്തിൽ പഠിപ്പിക്കുകയാണ്. ആത്മീകമായ വളർച്ചയ്ക്ക് പോലും അത് വലിയൊരു ദോഷമായി മാറും. ദൈവത്തിന്റെ ആത്മാവിന് ശരിയായ രീതിയിൽ നിങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മനസ്സ് പല വിഷയങ്ങളിൽ സംഘർഷഭരിതമായിരിക്കും. മനസ്സ് ദൈവത്തിൽ ഏകാഗ്രമാകാതെ ഒരിക്കലും നിങ്ങൾക്ക് കർത്താവിൽ നിന്നോ കർത്താവിന്റെ ആത്മാവിൽ നിന്നോ എന്തെങ്കിലും ഒന്ന് പ്രാപിക്കാമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ഒരേ സമയം നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല. ഒരാൾ കടം വാങ്ങുമ്പോൾ ആരിൽ നിന്ന് കടം വാങ്ങുന്നു ആ വ്യക്തിക്ക് അടിമയായി മാറുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു യജമാനൻ വരികയാണ്.
അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് കർത്താവിനെ എങ്ങനെ സേവിക്കാൻ കഴിയും? കർത്താവിനോടുകൂടെ എങ്ങനെ വസിക്കാൻ കഴിയും? ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയുന്നു, കടം വാങ്ങരുത്. കടം കാരണം നമ്മുടെ സമൂഹത്തിൽ അനേകം പേർ ആത്മഹത്യ ചെയ്യുകയാണ്. കടം കാരണം അനേകം പേർ രോഗികളായി മാറുകയാണ്. കടം കാരണം കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിയില്ലാതെ വരികയാണ്. കടം കാരണം വ്യക്തിബന്ധങ്ങൾ തകരുകയാണ്. കടം കാരണം അനേകം പേർ ഡിവോഴ്സിലേക്ക് പോവുകയാണ്. ഇതൊരു ശാപമാണ്. ഒത്തിരി പേര് ഞാൻ കാണുന്നൊരു കാര്യമാണ് സാമ്പത്തിക അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, സാമ്പത്തിക ശാപം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കള്ളമാണ്, കള്ളമാണ്, കള്ളമാണ്. വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു സമ്പ്രദായമാണത്. ഒരുപക്ഷെ താങ്കൾ പറയും, അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാറ്റം വന്നു എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല മാറ്റം വന്നത്, കർത്താവ് ദയ കാണിച്ചതുകൊണ്ട് മാറ്റം വന്നതാ. യേശുക്രിസ്തുവിന് മഹത്വം. പ്രിയപ്പെട്ടവനെ, സാമ്പത്തികമായ നന്മയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന, അങ്ങനെ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ ദൈവം കേൾക്കില്ല. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുവരില്ല. ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുവരില്ല. കർത്താവിൽ വസിക്കുന്നവർക്ക്, കർത്താവിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുവരില്ല. യേശുക്രിസ്തുവിന് മഹത്വം. അതിന് വിപരീതമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള യാത്രയിലാണ് താങ്കളെങ്കിൽ താങ്കൾ അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് പോകണം. യേശുക്രിസ്തുവിന് മഹത്വം. പക്ഷെ കർത്താവ് താങ്കളുടെ കൂടെ കാണില്ല. ഞാൻ വ്യക്തമായിട്ട് പറയുക, കർത്താവ് താങ്കളുടെ കൂടെ കാണില്ല. നിങ്ങൾ ചെയ്ത തെറ്റിൽ നിങ്ങൾ അതിന് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയാതെ, നിങ്ങൾ അതിനൊരു പരിഹാരം കാണാനായിട്ട് നിങ്ങളായിട്ടൊരു തീരുമാനമെടുക്കാതെ പ്രാർത്ഥിച്ച് കാര്യം നേടാമെന്ന് ആരും വിചാരിക്കരുത്. അത് തെറ്റാണ്. ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും കാരണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പലരും സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, സാമ്പത്തിക വിടുതലിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, ഉപവസിക്കുന്നത് നല്ലൊരു ശതമാനവും ഒത്തിരി പേരുണ്ട്. എനിക്ക് കർത്താവ് അനുഗ്രഹിച്ചിട്ട് വേണം എനിക്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കാൻ. പിന്നെ കർത്താവിന് വേണ്ടി കൊടുത്തിട്ടല്ലേ കർത്താവിന് പിന്നെ അങ്ങ് കർത്താവിന് ഭയങ്കര ദാരിദ്ര്യമാ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കർത്താവിന് കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കാമെന്ന് കരുതരുത്. കർത്താവിൽ വസിച്ചു മാത്രമേ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയൂ. കർത്താവിന് വേണ്ടി കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കാമെന്ന് ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ, പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കർത്താവിൽ വസിച്ച് കർത്താവിനെ അനുസരിച്ചാൽ മാത്രമേ അനുഗ്രഹമുള്ളൂ. അങ്ങനെയുള്ള വ്യക്തി കൊടുത്താൽ അത് അനുഗ്രഹമാണ്. മനസ്സിലായോ? അങ്ങനെയുള്ള വ്യക്തി കൊടുത്താൽ അനുഗ്രഹം കിട്ടും. അല്ലാതെ കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കാമെന്ന്, മണിയടിക്കാമെന്ന്, കൈക്കൂലി കൊടുക്കാമെന്ന് ആരും കരുതരുത്. യേശുക്രിസ്തുവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, കടം വാങ്ങരുത്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്ന വ്യക്തിയെങ്കിൽ നിങ്ങൾ കടം വാങ്ങരുത്. യേശുക്രിസ്തുവിന് മഹത്വം. അവിടെ ദൈവത്തിന്റെ പദ്ധതി അല്ല നിങ്ങളിൽ വെളിപ്പെടുന്നത്, ഈ ലോകത്തിന്റെ പദ്ധതിയാണ് വെളിപ്പെടുന്നത്. നിങ്ങൾ മറ്റൊരു യജമാനനെയാണ് സേവിക്കുന്നത്. നിങ്ങളിൽ ദ്രവ്യാഗ്രഹം കടന്നു വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പാപത്തിലേക്ക് വഴുതി പോകുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് നിങ്ങൾ വരുവാൻ സാധ്യത ഉണ്ട്. എല്ലാറ്റിലുപരിയായിട്ട് നിങ്ങളുടെ ജീവിതം നശിച്ചു പോകും. അങ്ങനെ ആകരുതപ്പ. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഞാൻ സ്നേഹം കൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. ആരോടുമുള്ള വിദ്വേഷത്തിലല്ല ഇത് സംസാരിക്കുന്നത്. നിങ്ങൾ നശിച്ചു പോകരുതെന്നുള്ള ഒരാഗ്രഹത്തിലാണ് സംസാരിക്കുന്നത്. ദയവായി ഈ ആത്മാർത്ഥത മനസ്സിലാക്കുക. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കടം വാങ്ങരുത്. ഈ മെസ്സേജ് ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് മറ്റ് മെസ്സേജുകൾ കേൾക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ 300ഓളം മെസ്സേജസ് ഈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. യേശുക്രിസ്തുവിന് മഹത്വം. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലിലാണ് അത് കൂടുതലായി അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങൾക്ക് കേൾക്കാം. സംശയങ്ങൾ, നേരത്തെ എല്ലാം സംസാരിച്ച വചനത്തിൽ നിന്നോ ഏത് കാര്യത്തിൽ നിന്നായാലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്.
കർത്താവിൻ്റെ കൃപ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരിക്കട്ടെ. മാത്രവുമല്ല, ദയവായി നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ, നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ, ദയവായി മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവരോടും ഇത് കാണാനും ഇത് മനസ്സിലാക്കാനും ആവശ്യപ്പെടുക. കർത്താവിൻ്റെ കൃപ കൂടി ഇരിക്കട്ടെ. ആമേൻ.